ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ലക്ഷ്മി സാക്ഷി എന്നൊരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്നിട്ടുണ്ടായിരുന്നു, മനോരമ ന്യൂസിൽ. ആ ഇന്റർവ്യൂ ഒരുപക്ഷെ കുറെ നാളുകളായിട്ട് ആളുകൾ കാത്തിരുന്ന ഒരു കാര്യമാണ്. മനോരമ ന്യൂസിൽ ഇന്റർവ്യൂ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ലക്ഷ്മിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്, അത് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം ഒരുപാട് പേർക്കുണ്ടായിരുന്നു. ബാലു മരിച്ചതിന് ശേഷം അതിലൊരുപാട് ദുരൂഹതകളുണ്ട് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നു. സ്വർണ്ണക്കടത്ത് മാഫിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരുന്നു. അതിനുശേഷം ബാലുവിന്റെ ക്ലോസ് സർക്കിളിലുള്ള ഡ്രൈവർ അടക്കം, അല്ലെങ്കിൽ ബാലുവിന്റെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കിടന്ന് നടന്നിരുന്ന തമ്പിയെപ്പുള്ള ആളുകൾ, ഡ്രൈവർ അർജുൻ, ഇവരൊക്കെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് പിടിയിലാകുന്നു. ഈ സാഹചര്യത്തിൽ ഈ ദുരൂഹത പിന്നെയും കൂടി ആളുകൾ വീണ്ടും സംശയത്തോടെ ഈ വിഷയത്തിൽ നോക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ലക്ഷ്മി സംസാരിക്കുന്നതിന് ചോദ്യം ഉയർന്നു? ആ ചോദ്യം ചോദിച്ചൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ മാത്രം ആ ഒരു വീഡിയോയിൽ ഒന്നുമില്ല. ആ വീഡിയോയിലുള്ളത് ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു അപകടത്തിലെ സർവൈവർ എന്ന നിലയിൽ അവരനുഭവിക്കുന്ന മാനസിക വേദന കുറെ കൂടി വ്യക്തമാക്കിയ ഒരു ഇന്റർവ്യൂ. മറ്റൊരു വശം ചിന്തിക്കുമ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദുരൂഹതകളെ കുറിച്ച് എന്തെങ്കിലും ഉത്തരം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ച ഒരു ഇന്റർവ്യൂ ആയിരുന്നില്ല. അതിലേറ്റവും പ്രധാനമായിട്ട് മനോരമ ഇന്റർവ്യൂയിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മനോരമയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയം കൈകാര്യം ചെയ്താൽ അവർക്ക് ലഭിക്കുമായിരുന്ന ഒരു റീച്ച്, ആ റീച്ച് ഈ വിഷയത്തിൽ സംഭവിച്ചു. ഇതിന്റെ നല്ല ഒരു വശം എന്ന് ഞാൻ പറയുന്നത്, അവരുടെ ഇമോഷണൽ ട്രോമ കുറച്ചുകൂടി വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലായി. ലക്ഷ്മി അപകടത്തെ സർവൈവ് ചെയ്ത ആളാണ്. അതുമാത്രമല്ല, പ്രിയപ്പെട്ട രണ്ടുപേരും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഭർത്താവിനെ നഷ്ടപ്പെട്ടു, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അവരുടെ ആ ഒരു വേദന കൺവേ ചെയ്യാനായിട്ട് ആ ഇന്റർവ്യൂ ഉപകരിച്ചു. ആ ഒരു വേദന ഞാൻ മനസ്സിലാക്കുന്നു. ആസ് എ വുമൺ, ആസ് എ സർവൈവർ, ആസ് എ വൈഫ്, ആസ് എ മദർ, അവർ അനുഭവിക്കുന്ന വേദന, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഇനിയുള്ള ചില കാര്യങ്ങൾ അത് പറയാതെ പോയി, അതുകൊണ്ട് പറയുന്നതാണ്. ഇതിൽ എനിക്ക് ലക്ഷ്മിയെക്കുറിച്ചൊന്നും പറയാനില്ല. കാരണം ലക്ഷ്മിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ലക്ഷ്മി മറുപടി പറഞ്ഞു. പക്ഷേ ലക്ഷ്മിയോട് ചോദിച്ച ചോദ്യങ്ങൾ അത് നീതീകരിക്കപ്പെടുന്നതാണ്. ആ ഒരു വിഷയമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഈ ഒരു ഇന്റർവ്യൂ മനോരമ എക്കാലത്തും ചെയ്യുന്നൊരു കാര്യമാണ്. അത് ഇന്നലെ ചെയ്തിരുന്നു, ഇന്ന് ചെയ്തു, നാളെയും അവർ തന്നെ ചെയ്യും. ഏതെങ്കിലും ഒരു ഇമോഷണൽ എലമെന്റ് ഉള്ള ഒരു വിഷയം കിട്ടിയാൽ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു ഇമോഷണൽ എലമെന്റ് ഇല്ല എങ്കിൽ പോലും അത് കുത്തിത്തിരികെ കയറ്റി അതൊരു സെല്ലിംഗ് പോയിന്റ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ ഒരു ഹോട്ട് സെല്ലിംഗ് കേക്ക് ആക്കി എടുക്കുക. അതിൽ മനോരമയ്ക്ക് പണ്ട് വൈദഗ്ധ്യമുണ്ട്. പക്ഷേ മാധ്യമ പ്രവർത്തനത്തിന്റെ ശൈലി മാറി. ഇപ്പോൾ കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പാണ് എല്ലാ ജേർണലിസം. എന്തുകൊണ്ടാണ് 24 ന്യൂസോ അല്ലെങ്കിൽ റിപ്പോർട്ടർ ടിവിയോ മനോരമയ്ക്ക് ശേഷം വന്നിട്ടുള്ള ന്യൂസ് ചാനലാണ്, പക്ഷേ ബാർക്ക് റേറ്റിംഗിൽ മനോരമയെ പിന്തള്ളി ഈ ചാനലുകൾക്ക് മുന്നിലേക്ക് പോകാനുള്ള കാരണം, ഈ ഇമോഷണൽ ഹോട്ട് കേക്ക് സെല്ലിംഗ് എല്ലാ സമയവും വിജയിക്കില്ല. കുറെ കൂടി ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടാണ് ആളുകൾ വാർത്തകളെ സമീപിക്കുന്നത്. അപ്പോൾ അത്തരം രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന, അത്തരം രീതിയിൽ വെളിപ്പെടുത്തൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വാർത്താ ചാനലുകളോ അതുപോലെ ഇന്റർവ്യൂസോ കാണാനാണ് ആളുകൾക്ക് താല്പര്യം. അപ്പൊ മനോരമ ഇപ്പോഴും വിചാരിക്കുന്നത് നമ്മൾക്ക് ഇമോഷൻസ് വിറ്റ് കാശാക്കാം എന്നുള്ളതാണ്. ആ ഇമോഷൻസ് വിറ്റ് കാശാക്കാനുള്ള ശ്രമമാണ് മനോരമയുടെ ഈ ലക്ഷ്മി സാക്ഷി എന്ന പൊറാട്ട് നാടകം. ഇതിൽ എന്താ സംഭവിച്ചത്? 5-6 വർഷമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു ദുരൂഹതയുണ്ടെന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട്. ബാലുവിനോട് വളരെയധികം സ്നേഹമുള്ളവരാണ്. ഒരു മ്യൂസിക് ലവർ എന്ന നിലയിൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, വളരെ അസൂയയോടെ നോക്കിയിരുന്ന ഒരു വ്യക്തിയാണ്. അസൂയ എന്ന് പറയുന്നത് ഇവിടെ ഒരു കണ്ണുകളി എന്ന അർത്ഥത്തിലല്ല, നമ്മൾ ആരാധിക്കുന്നതിന്റെ ഒരു രീതിയാണത്. അദ്ദേഹത്തെ പോലെ ആയിരുന്നെങ്കിലും നമ്മൾ ആഗ്രഹിക്കും. മറ്റേ അസൂയ എന്ന് പറയുന്നത് അവന്റെ ഉയർച്ചയിൽ തോന്നുന്ന വേദന. ഇത് അങ്ങനെയല്ല, ആ രീതിയിലൊന്നും എത്തിയിരുന്നില്ലെന്ന് തോന്നുന്ന ഒരു അസൂയാണ് ഇതിനകത്ത്. അങ്ങനെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ബാലുവിന്റെ. അപ്പം ബാലുവിന്റെ മരണം, സ്വാഭാവികമായിട്ടും വയലിൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അതുണ്ടാക്കുന്ന ഒരു ഫീല് വേറെ ലെവലാണ്. അപ്പോൾ അങ്ങനെ ഒരു വയലിനിസ്റ്റോട് തോന്നുന്ന ഒരു സ്നേഹം, അതിനപ്പുറത്ത് അദ്ദേഹം ഒരു സൗമ്യനായ ഒരു വ്യക്തിയാണെന്നാണ് എനിക്കുണ്ടായ ഫീലിംഗ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയോട് തോന്നുന്ന സ്നേഹം, ആ മരണം നമുക്കൊരു വലിയ ആഘാതമുണ്ടാക്കി. പിന്നീട് തൊട്ട് പിന്നാലെ ഈ വിവാദങ്ങൾ വരുന്നു. സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട മാഫി ഇതിന് പിന്നിലുണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ട പലരും വെളിപ്പെടുത്തൽ നടത്തുന്നു. കലാഭവൻ സോബി നടത്തിയ വെളിപ്പെടുത്തൽ, അതേപോലെ തന്നെ ബാലുവിന്റെ അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല, അദ്ദേഹം നടത്തിയ ചില ചോദ്യങ്ങളും പരാമർശങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൂടുതൽ സംശയമുണ്ടാക്കി. അപ്പോഴാണ് ലക്ഷ്മി സംസാരിക്കേണ്ട ഒരു സാധ്യത ഇവിടെ ഉയർന്നു വരുന്നത്. ഈ സാധ്യതയെ എൻക്യാഷ് ചെയ്യുകയാണ് മനോരമ ഇവിടെ ചെയ്തത്. അവര് രാവിലെ തന്നെ പരസ്യമിടുന്നു, വൈകുന്നേരം 6:30 ഇത് സംഭവിക്കുന്നു. അല്ലാതെ പെട്ടെന്നെടുത്ത് ടെലികാസ്റ്റ് ചെയ്തതല്ല. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 2 മിനിറ്റുള്ള വീഡിയോ. ഞാൻ വിചാരിച്ചു ഇതെന്താ ഇത്രയും ചെറിയ വാർത്തയോ? പിന്നെയാണ് മനസ്സിലായത് അത് 6:30 ടെലികാസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രൊമോ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു സംഭവം സെല്ല് ചെയ്യാൻ അവർ തീരുമാനിച്ചിരുന്നു എന്നതിന് അർത്ഥം. അല്ലാതെ ഓൾ ഓഫ് എ സഡൻ വന്നൊരു ഇന്റർവ്യൂ അല്ല, അല്ലെങ്കിൽ വാർത്തയിൽ പെട്ടെന്ന് കാണിച്ചൊരു ഇന്റർവ്യൂ അല്ല.
അവര് അതിന്റെ സാധ്യത മനസ്സിലാക്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനോരമയുടെ ഒരു ശൈലി വാർത്തയിലൂടെ ഇമോഷൻസ് വിൽക്കുക എന്നുള്ളതാണ്. പണ്ട് ശ്രീശാന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം ക്രിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ശ്രീശാന്തിന്റെ അമ്മ പൂജാമുറിയിൽ സ്പെൻഡ് ചെയ്ത സമയം, ക്രിക്കറ്റ് കളിക്കുമ്പോൾ ശ്രീശാന്തിന്റെ അമ്മ എന്ത് ചെയ്യുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു, വീട്ടുകാരെന്ത് ചെയ്യുന്നു, ഇതൊക്കെയാണ് മനോരമ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പം നമ്മൾക്ക് അവരോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുക. ഏതെങ്കിലും ഒരു മലയാളി ക്രിക്കറ്റർ അല്ലെങ്കിൽ മലയാളമായിട്ടോ കേരളമായിട്ടോ ബന്ധപ്പെട്ടുള്ള ക്രിക്കറ്റർ, അനിൽ കുംബ്ലെ, അജയ് ജഡേജ, അബി കുരുവിള, അങ്ങനെയുള്ള കളിക്കാരെ കുറിച്ചൊക്കെ അവർക്കിഷ്ടം കേരളത്തിലെ മത്തിക്കറി, കുട്ടനാട് വള്ളംകളി, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ അവരുമായിട്ടൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കിയെടുക്കുക, അത്തരം വാർത്തകൾ വായിക്കാൻ പ്രേരിപ്പിക്കുക. ഈ ഒരു ടാക്ടിക്സ് നേരത്തെ ഉണ്ട്. ആ ഒരു ടാക്ടിക്സ് ആണ് ഈ ഒരു ഇന്റർവ്യൂവിലും ഉള്ളത്. അല്ലാതെ ഈ ദുരൂഹതയുടെ കെട്ടഴിക്കുന്ന ഒന്നും ആ ഇന്റർവ്യൂവിലില്ല. നമ്മൾ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ദുരൂഹതയും ഇല്ല എങ്കിൽ, അതായത് വേറൊരു ദുരൂഹത ഇല്ല എങ്കിൽ, ഒരു സാധാരണ ആക്സിഡന്റ് എങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾക്ക് ആദ്യം മനസ്സിലായി. അത് ഈ ദുരൂഹത വരുന്നതിന് മുമ്പ് നമ്മൾക്ക് അറിയാവുന്ന കാര്യം, ഒരു വണ്ടി നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു. അതിന് ആ കാറിനകത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞൊരു അക്കൗണ്ട്, അവർ ഇതേ പറയുന്ന ഒരു സംഭവം തന്നെ, ഒരു ഓഫ് റോഡ് ഫീൽ പോലെ തോന്നി. ഇവർ ഉറക്കത്തിലായിരുന്നു, ഒരു ഓഫ് റോഡ് ഫീൽ പോലെ തോന്നി. നോക്കുമ്പോൾ വണ്ടി നിയന്ത്രണം വിട്ടു പോവുകയാണ്, സ്റ്റിയറിംഗിൽ കൈ പിടിച്ചിട്ടില്ലെന്നോ അല്ലെങ്കിൽ നിയന്ത്രണമില്ലെന്ന് അർജുന് മനസ്സിലായെന്നോ, പെട്ടെന്ന് വണ്ടി ഇടിക്കുന്നു, ഇവരുടെ ബോധം പറയുന്നു. ഇതാണ് ആ അപകടത്തെക്കുറിച്ച് പറഞ്ഞത്. ഈ കാര്യം നമ്മൾക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലായ ഒരു സംഭവമാണ്. ഇത് ഇങ്ങനെ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപകടത്തിൽ ഇവർക്ക് തലയ്ക്കാണ് കൂടുതൽ പരിക്ക് പറ്റിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് പല ഹാലൂസിനേഷൻ എഫക്ട്സ്, അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതിനിടയിൽ കുറേ നാൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയില്ല. അവരുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാകുന്നത്. കാരണം റിയാലിറ്റി എന്താണ്? ഞാൻ ഉറങ്ങുമ്പോൾ കാണുന്നതാണോ റിയാലിറ്റി? ഉണരുമ്പോൾ കാണുന്നതാണോ റിയാലിറ്റി? ഉറക്കത്തിൽ അവർക്കുണ്ടാകുന്ന ഹാലൂസിനേഷനിൽ ആളുകളെല്ലാം ജീവനോടെ ഉണ്ട്. ഉണരുമ്പോൾ തോന്നുന്ന വേദന. അപ്പോൾ ഇതൊക്കെ അവർ പറയുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് മനോരമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നത്. മനോരമയ്ക്ക് ആവശ്യം ഇത്തരത്തിലുള്ള ഇമോഷൻസ് കിട്ടുക എന്നുള്ളതായിരുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നീതി പുലർത്തി എന്ന് ആ ഇന്റർവ്യൂ നടത്തിയ വ്യക്തിക്ക് പറയാമോ? ഇല്ല. ഒരു ലെയർ ഡൗൺ ചോദ്യം പോലും ഇല്ല. ഉപരിതലത്തിൽ നിൽക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. കലാഭവൻ സോബി പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അപ്പോൾ മറുപടി ഏകദേശം ഇങ്ങനെയാണ്: അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല, ഇടിക്കുന്നവരെ എനിക്ക് ബോധം ഉണ്ടായിരുന്നല്ലോ. അതിന് താഴത്തേക്ക് ചോദ്യമുണ്ടോ? ഇല്ല. അത് അവിടെ വെച്ച് അവസാനിക്കണം. പക്ഷെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു, കാറിന്റെ ചില്ല് തകർന്നു. അതിന് ചിലപ്പോൾ ഇവർക്ക് സാങ്കേതികമായിട്ട് ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല. എങ്കിൽ തന്നെയും അതിന് താഴേക്കൊരു ചോദ്യമില്ല. അപ്പോൾ കലാഭവൻ സോബിയെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നുണ്ടോ? ആ രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ പോകുന്നില്ല. പിന്നെ അർജുനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, തമ്പിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അവരൊക്കെ ഒന്ന് തലോടി വിടുക എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം ചോദ്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരെയൊക്കെ വൈറ്റ് വാഷ് ചെയ്യുന്ന ശ്രമമാണ് നടന്നിരിക്കുന്നതിനകത്ത്. അവരെയൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കുക. ഫോണൊക്കെ എടുത്തുകൊണ്ട് പോയൊക്കെ എത്ര ലാഘവത്തോടെയാണ് ആ ഇന്റർവ്യൂ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപകടം സംഭവിച്ചപ്പോൾ ആ വ്യക്തിയുടെ ഫോൺ കൈവശം വെക്കാൻ മറ്റൊരാൾ കൊണ്ടുപോകുന്നു. ആരെങ്കിലും സമ്മതിക്കുമോ? ഒരു ദുരൂഹതയില്ലെങ്കിൽ പോലും എൻ്റെ വീട്ടിലെങ്കിലും സംഭവം നടന്നെങ്കിൽ ആ ഫോൺ 2 ദിവസത്തേക്ക് വെച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുമോ? ഒരാളും കൊടുക്കില്ല. ചെയ്തത് ലക്ഷ്മിയുടെ അമ്മയാണെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ ഒരു സാധാരണക്കാരൻ അത് കൊടുക്കില്ല. ഒരു സംഭവം അങ്ങനെ വെക്കാൻ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വളരെ ലാഘവത്തോടെ ഇന്റർവ്യൂ കൈകാര്യം ചെയ്തു പോകുന്നു. അർജുൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള വിഷയം പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തു പോകുന്നു. ഒരു ചോദ്യം ചോദിച്ചു, അതിന് താഴത്തേക്ക് അടുത്ത ചോദ്യം ചോദിക്കുമ്പോഴാണ് പലപ്പോഴും എന്തെങ്കിലും ഒരു ദുരൂഹത വെളിപ്പെട്ട് വരുന്നത്. ഞാൻ പറയുന്ന അവരെ ക്രൂശിക്കണമെന്നല്ല, പക്ഷെ ഒരു ചെയ്യുന്ന കാര്യത്തിനോടൊരു നീതി പുലർത്തണ്ടേ? വീട്ടുകാരുമായിട്ടുള്ള ഫ്രിക്ഷനെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ടല്ലോ, അതിൽ അമ്മ ഇവർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു, ലക്ഷ്മി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നീട് ആ വീട്ടിലേക്ക് പോകില്ല, ബാലു പോകും, ലക്ഷ്മി വരേണ്ടതില്ല, നിർബന്ധിക്കരുതെന്ന് ബാലു പറഞ്ഞു എന്ന് പറയുന്നു. പിന്നീട് അതുകൊണ്ട് പോയിട്ടില്ല. അപ്പോൾ ആ ചോദ്യം അതാണ്, പിന്നീട് അപ്പോൾ ഒരിക്കലും പോയിട്ടില്ലേ? ബാലു എന്നോട് ഇത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. നമ്മൾക്ക് മനസ്സിലാക്കാം അതിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊരു സാധാരണ നിലയിലുള്ള ഒരു കാര്യമാണ്. ആ വീട്ടിൽ ഒരു മരണം നടന്നു. കുറേ നാൾ രോഗാവസ്ഥയിലായിരുന്ന ബാലുവിൻ്റെ സഹോദരി മരിച്ചു. പോകാതിരിക്കാനുള്ള റീസൺ എന്താണ് അതിനകത്ത്? ബാലു പറഞ്ഞൊരു കാര്യം നമ്മൾക്ക് അവിടെ റീസൺ ഇട്ടെടുക്കാൻ കഴിയില്ല. കാരണം മറ്റൊരു സംഭവം കൂടി പറയാം. അമ്മാവനോട് ഒരു വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, അങ്കിള് മരിക്കുന്നു, അതൊന്നും പോകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അതിന് പിന്നീടുള്ള കാരണം? ആ ലെവലിലേക്കുള്ള ചോദ്യങ്ങൾ പോയിട്ടില്ല. അവിടെ ഈ ബാലു പറഞ്ഞതൊരു ന്യായീകരണമായിട്ട് നമുക്കാർക്കും തോന്നില്ല. കാരണം ഒരു മരണം വരുമ്പോൾ, ഒരു ജനനം ഉണ്ടാകുമ്പോൾ, ജനനം പോട്ടെ, മരണം ഉണ്ടാകുമ്പോൾ എല്ലാം മറന്ന ആളുകൾ ചെല്ലുന്നൊരു സമയമാണ്. ഇവിടെ പറയാവുന്നൊരു കാര്യം ഒരു മാനസികമായിട്ട് ട്രോമയില്ല, അതുകൊണ്ട് പോയില്ല എന്നായിരിക്കാം. പക്ഷെ അത്തരം ഒരു ചോദ്യം അവിടെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് മനോരമയ്ക്ക് ഈ കാര്യത്തിൽ വ്യക്തമായൊരു അജണ്ട ഉണ്ടായിരുന്നു. ഒരു സാധാരണ ഇന്റർവ്യൂ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ഡ്രിൽ ഡൗൺ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു ഡ്രിൽ ഡൗൺ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ലക്ഷ്മി ഈ ഇന്റർവ്യൂവിന് തയ്യാറാകുമെന്ന്. ലക്ഷ്മിയും പറഞ്ഞിട്ടുണ്ടാകും,
അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണം, വിവാദമുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. എനിക്കൊരു തട്ടുമുട്ടും കേടും വരാത്ത ഉത്തരങ്ങൾ പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അത് മനോരമ അംഗീകരിച്ചിട്ടുണ്ടാവും. കാരണം മനോരമയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ദുരൂഹത നീക്കലല്ല ഉദ്ദേശം. അത് വ്യക്തമാണ് ഇന്റർവ്യൂവിൽ നിന്ന്. എന്തെങ്കിലും ഒരു ദുരൂഹത മാറിയോ ആ ഇന്റർവ്യൂയിലൂടെ? മനോരമയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹോട്ട് കേക്ക് എങ്ങനെ മികച്ച രീതിയിൽ വിറ്റ് കാശാക്കാം, ആ ഇന്റർവ്യൂ ഒരു ദുരൂഹതയ്ക്കും ഉത്തരം നൽകിയില്ല എങ്കിൽ കൂടി ഈ ഇന്റർവ്യൂ ആൾക്കാർ കാണും എന്നൊരു ഉറപ്പ് മനോരമയ്ക്കുണ്ടായിരുന്നു, അവതാരകനുണ്ടായിരുന്നു. ഞാൻ എത്ര ലൈറ്റായി ചോദിച്ചാലും ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കും. കാരണം ആളുകൾ പ്രതീക്ഷിക്കുകയാണ് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ദുരൂഹതയ്ക്ക് ഉത്തരം കിട്ടുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയോടെയാണ് ഏകദേശം 1 മണിക്കൂറിൽ അധികമുള്ള ഇന്റർവ്യൂ ആളുകൾ കാണുന്നത്. ഇവിടെ ലക്ഷ്മിയെ കുറ്റം പറയാത്തത്, ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. പിന്നെ അവർ പറയുന്നത് എനിക്കപ്പുറത്ത് ആരെയും ബോധിപ്പിക്കാനല്ല. ശരിയാണ്, അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ ബോധിപ്പിച്ചാൽ മതി, സമൂഹത്തെ ബോധ്യപ്പെടുത്തണ്ട, സമൂഹ മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തണ്ട, നിങ്ങൾക്കതിന് ഒരു ഉത്തരവാദിത്വമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാം. പക്ഷെ ഒരു സിറ്റിസൺ എന്ന നിലയിൽ, ഒരു രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഭാഗം എന്ന നിലയിൽ, ആ സമൂഹത്തിന് വളരെ വിലപ്പെട്ട ഒരു പ്രതിഭയുള്ള ഒരു വ്യക്തി മരണപ്പെട്ടു, അതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് വരുമ്പോൾ എന്താണ് ആ ദുരൂഹത എന്നറിയാനുള്ള അവകാശമുണ്ട്. അതിനൊരു പാപ്പരാസി ലെവലിൽ നിന്ന് പറയേണ്ട ആവശ്യം പോലും ഇല്ല. അത് നമ്മളുടെ ഒരു സ്വാഭാവികമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. എന്താണ് അദ്ദേഹത്തിന് പറ്റിയത്? ഒരു ആരാധന നിലയിൽ എനിക്ക് ആഗ്രഹിക്കാമല്ലോ, അത് അച്ഛനും അമ്മയ്ക്കും അത് ആഗ്രഹിക്കാമല്ലോ. ഈ ദുരൂഹതയൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിയാൻ അത് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യക്തിയായിരുന്നു ലക്ഷ്മി. പക്ഷേ ഈ ഇന്റർവ്യൂവിൽ ആ ഒരു ആസ്പെക്റ്റിനോട് ഒരു വിധത്തിലുള്ള നീതിയും ഈ ഇന്റർവ്യൂ പുലർത്തിയിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ നമുക്ക് വേദനയുണ്ടാക്കി, പ്രത്യേകിച്ച് അതിൽ ആ വയലിൻ ബാക്ക്ഗ്രൗണ്ട് വായിക്കുന്നത് അത് മനഃപൂർവ്വം ഇട്ടാണെന്ന് എനിക്കറിയാം. ആ വയലിൻ പീസ് ഇടുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സൊന്ന് വിങ്ങിപ്പൊട്ടിപ്പോവും. പ്രത്യേകിച്ച് വയലിൻ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യും. അതൊരു വയലിനിസ്റ്റായ പ്രതിഭയായ ഒരു മനുഷ്യന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയിൽ വയലിൻ കേൾക്കുമ്പോൾ അത് കുറെ കൂടി നമ്മൾ വേദനിപ്പിക്കും. അതൊക്കെ മനസ്സിലാക്കി ചെയ്ത ഒരു ഇമോഷൻ സെല്ലിംഗ്, അതായത് മനുഷ്യന്റെ വേദനയെ മനോഹരമായി മനോരമ വ്യാപാരം ചെയ്തു. ഒരുപക്ഷെ ഞാൻ വിചാരിച്ചു, അല്ലെങ്കിൽ അതിനകത്ത് കമന്റുകളൊക്കെ വായിച്ചിട്ടറിയാം, ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, ഈ ഒരു ഇന്റർവ്യൂ റിപ്പോർട്ടർ ടിവിയിലാണ് വന്നിരുന്നതെങ്കിൽ, ഇന്റർവ്യൂ എടുക്കുന്നത് അരുൺകുമാർ ആയിരുന്നുവെങ്കിൽ കുറെ കൂടി ഇതിനകത്തൊരു വ്യക്തത വന്നേനെ ഈ കാര്യങ്ങൾ. എന്തിനു പറയുന്നു, ഒരുപക്ഷെ ഷാനി ആണെങ്കിൽ പോലും കുറെ കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇന്റർവ്യൂവിന് ഉണ്ടായിരുന്നേനെ. അവർ വേദനിപ്പിക്കാതെ തന്നെ ചോദിക്കാൻ പറ്റുമായിരുന്നു. ഒരു ഇരയായ വ്യക്തി ഡോക്ടറേറ്റ് ആണെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഇരയാണെന്നൊരു റെസ്പെക്ട് വെച്ചുകൊണ്ട് തന്നെ അവർ പറഞ്ഞതിലെ കാര്യങ്ങൾ, അതിലെ അവ്യക്തതയുള്ള കാര്യങ്ങളൊക്കെ അവർ പുറത്തു കൊണ്ടുവന്നു. ഇരയാണെന്ന റെസ്പെക്ട് വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സർവൈവർ ആണെന്നുള്ള ആ ഒരു ബഹുമാനം അത് വെച്ച് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, അവ്യക്തതയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ധാരണ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അത്തരത്തിൽ ഉള്ളൊരു ചോദ്യമാണ് മാധ്യമ പ്രവർത്തനയിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കഥയിൽ ഇത് ജീവിതം പോലുള്ള ഒരു സംഭവമല്ല ആളുകൾ പ്രതീക്ഷിച്ചത്. ഇന്റർവ്യൂവിൽ ലക്ഷ്മി ചോദ്യങ്ങളോട് നീതി പുലർത്തി, പക്ഷേ അവതാരകൻ താൻ ചോദിച്ച ചോദ്യങ്ങളോട് ഒരു നീതിയും പുലർത്തിയിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ അവതാരകന് പൂർണ്ണ ബോധ്യമുണ്ട്, മനോരമയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇത് വിറ്റാൽ ഞങ്ങൾക്ക് കാശ് ലഭിക്കും. ആളുകളുടെ ഇമോഷനെ വിറ്റ് കാശാക്കി, ആ സ്ത്രീയുടെ ലക്ഷ്മിയുടെ ഇമോഷൻസിനെ വിറ്റ് കാശാക്കി. അങ്ങനെ ആ ഇമോഷൻസ് വളരെ വേഗം വിറ്റ് തീർക്കുന്നതിന് വേണ്ടി മനോരമ തുറന്നു വെച്ച ഒരു ഔട്ട്ലെറ്റ് ആയിരുന്നു ലക്ഷ്മി സാക്ഷി എന്ന പരിപാടി. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയത്തിലെ പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.